നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ പിൻവലിക്കൽ സമയം പൂർത്തിയായതോടുകൂടി സ്ഥാനാർത്ഥികളുടെ അന്തിമമായ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. നിലമ്പൂർ നഗരസഭയിലെ സ്ഥാനാർത്ഥികളും അവരുടെ ചിഹ്നങ്ങളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നാം ഇപ്പോൾ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ ജനവിധി തേടുന്നത് 11ാം ഡിവിഷനായ മുമ്മുള്ളിൽ നിന്നുമാണ്. ഓരോ ഡിവിഷനിലെയും സ്ഥാനാർത്ഥികൾ അവരുടെ ചിഹ്നങ്ങൾ എന്നിവ പരിശോധിച്ചു വരാം. നഗരസഭയിലെ 1ാം ഡിവിഷൻ ആശുപത്രിക്കുന്നിൽ UDF-ന് വേണ്ടി ഗിരീഷ് മോളൂർ മഠത്തിൽ കൈപ്പത്തി ചിഹ്നത്തിലും, ബാലകൃഷ്ണൻ പടവെട്ടി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ CPM-ന് വേണ്ടിയും, വിജയനാരായണൻ മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ NDA-ക്ക് വേണ്ടിയും ഇവിടെ സ്വതന്ത്രനായി ജനവിധി തേടുകയാണ്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ 2ാം ഡിവിഷൻ കോവിലകത്തുമുറിയിൽ അരുമ ജയകൃഷ്ണൻ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ CPM-ന് വേണ്ടിയും, ഗീത താമര ചിഹ്നത്തിൽ BJP-ക്ക് വേണ്ടിയും, പത്മിനി ഗോപിനാഥ് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന് വേണ്ടിയും ഇവിടെ ജനവിധി തേടുകയാണ്. ചെറുവത്തുകുന്ന് ഡിവിഷനിൽ മാജിദ ഷാന അരീക്കാടൻ കുടച്ചിഹ്നത്തിൽ UDF-ന് വേണ്ടി ജനവിധി തേടുമ്പോൾ, LDF-ന് വേണ്ടി ജനവിധി തേടുമ്പോൾ അവിടെ മുംതാസ് ബാബു UDF-ന് വേണ്ടി കോണി ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. സ്കൂൾ കുന്ന് ഡിവിഷനിൽ സബ്ന ഹാരിസ് അവിടെ കന്നഡ ചിഹ്നത്തിൽ ജനവിധി തേടുന്നു. സഹിറ ബാനു CP അവിടെ കുടച്ചിഹ്നത്തിൽ ജനവിധി തേടുന്നു. റജീന നൌഷദ് അലി കോണി ചിഹ്നത്തിൽ ഇവിടെ ജനവിധി തേടുകയാണ്. ഇനി ചാരംകുളം ഡിവിഷനിലാണ്. ചാരംകുളം ഡിവിഷനിൽ ഷാഹിദ ഷംസീർ കോണി ചിഹ്നത്തിൽ ജനവിധി തേടുന്നു. സാബിറ ഇബ്രാഹിം കന്നഡ ചിഹ്നത്തിൽ ജനവിധി തേടുന്നു. റബീന അവിടെ കുടച്ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. ഇനി കരിമ്പുഴ ഡിവിഷനിലേക്ക് വന്നാൽ അവിടെ ശാലിനി A. സുബിത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടുമ്പോൾ, ശ്രീദേവി കുടച്ചിഹ്നത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ LDF-ന് വേണ്ടി ജനവിധി തേടുന്നത്. മയ്യന്താനി ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നാജിയ ഷാനവാസ് അവിടെ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ LDF-ന് വേണ്ടി ജനവിധി തേടുന്നു. മഞ്ജുഷ അവിടെ താമര ചിഹ്നത്തിൽ BJP-ക്ക് വേണ്ടി ജനവിധി തേടുന്നു. സ്മിത മോൾ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ UDF-ന് വേണ്ടി ജനവിധി തേടുകയാണ്. ഇനി മയ്യന്താനിയിൽ നിന്നും നേരെ ചന്തക്കുന്ന് ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പരുന്തൻ നൌഷാദ് കുടച്ചിഹ്നത്തിൽ LDF-ന് വേണ്ടി ജനവിധി തേടുമ്പോൾ NCP-ക്ക് ലഭിച്ച സീറ്റാണ്. മുസ്തഫ കളത്തുംപടിക്കൽ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ UDF-ന് വേണ്ടി ജനവിധി തേടുകയാണ്. ഇനി മുക്കട്ട ഡിവിഷനിലേക്ക് വന്നാൽ ജംഷീല അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ UDF-ന് വേണ്ടി ജനവിധി തേടുമ്പോൾ, ഷംന AK കുടച്ചിഹ്നത്തിൽ അവിടെ LDF-ന് വേണ്ടി ജനവിധി തേടുകയാണ്. ഇനി വല്ലപ്പുഴ ഡിവിഷനിൽ ഉമ്മർ ഗോയ കൈപ്പത്തി ചിഹ്നത്തിൽ UDF-ന് വേണ്ടി ജനവിധി തേടുമ്പോൾ, മുഹമ്മദ് ബഷീർ എന്ന PM ബഷീർ അവിടെ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ CPI-യുടെ സ്ഥാനാർത്ഥിയായി LDF-ന് വേണ്ടി ജനവിധി തേടുകയാണ്. ഇനി മുമ്മുള്ളി ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. മുമ്മുള്ളി ഡിവിഷനിലാണ് 8 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. അനൂപ് കൈപ്പഞ്ചേരി BJP-ക്ക് വേണ്ടി താമര ചിഹ്നത്തിലും, അബ്ദുൾ കബീർ മഠത്തിൽ കബീർ എന്ന അബ്ദുൾ കബീർ ടെലിവിഷൻ ചിഹ്നത്തിലും, ഉണ്ണികൃഷ്ണൻ കൈപ്പഞ്ചേരി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കസേര ചിഹ്നത്തിലും. അനൂപ് കൈപ്പഞ്ചേരിയുടെ സഹോദരൻ കൂടിയാണ്, അവരുടെ ജ്യേഷ്ഠനും അനിയനും കൂടെയുള്ളൊരു മത്സരമാണ് അവിടെ മുമ്മുള്ളിയിൽ ഈ രീതിയിൽ നടക്കുന്നത്. കസേര ചിഹ്നത്തിലാണ് ഉണ്ണികൃഷ്ണൻ കൈപ്പഞ്ചേരി മത്സരിക്കുന്നത്. ഫൈസൽ എന്ന മാനു കുടച്ചിഹ്നത്തിലും, മുഹമ്മദ് ഷബീർ M അവിടെ കന്നഡ ചിഹ്നത്തിലും, ഷാജഹാൻ പാത്തിമ്പാറ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥിയാണ്, ബലൂൺ ചിഹ്നത്തിലും, ഷൗക്കത്ത് അലി കൂമഞ്ചേരി ലീഗിൻ്റെ മുനിസിപ്പൽ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹം മൊബൈൽ ഫോൺ ചിഹ്നത്തിലും, റിഷാദ് കാഞ്ഞിരമ്പാറ എന്ന കുട്ടിമാൻ അവിടെ അരിവാൾ ധാന്യക്കതിർ എന്ന ചിഹ്നത്തിലും അവിടെ ജനവിധി തേടുകയാണ്. അവിടെ ഈ മത്സരിക്കുന്ന ഫൈസൽ എന്ന മാനു കുടച്ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഫൈസൽ എന്ന മാനു CPI-യുടെ ഒരു വിമതനായി കൂടിയാണ് മത്സരരംഗത്ത് ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 8 പേരാണ് മുമ്മുള്ളിയിൽ നിലമ്പൂർ നഗരസഭയിൽ ജനവിധി തേടുന്നത്. ഇനി പുതുതായി രൂപീകരിക്കപ്പെട്ട ആലുങ്ങൽ വാർഡിൽ പത്മിനി ലോഹദാസ് ഉമ്മണത്തെ പത്മിനി കൈപ്പത്തി ചിഹ്നത്തിലും, ബിന്ദു UK ബിന്ദു അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിലും, ലതിക അവിടെ കുടച്ചിഹ്നത്തിലും ജനവിധി തേടുകയാണ്. ഇനി പാത്തിപ്പാറ ഡിവിഷനിൽ 4 പേരാണ് ജനവിധി തേടുന്നത്. അസൈനാർ പാത്തിപ്പാറ ബലൂൺ ചിഹ്നത്തിൽ തൃണമൂൽ കോൺഗ്രസ് അസൈനാർ പാത്തിപ്പാറ ബലൂൺ ചിഹ്നത്തിലാണ് അവിടെ മത്സരിക്കുന്നത്. മുസ്തഫ ഖനി അവിടെ മത്സരിക്കുന്നത് മൊബൈൽ ഫോൺ ചിഹ്നത്തിലാണ്. സക്കീർ മാടത്തിങ്ങൽ അവിടെ മത്സരിക്കുന്നത് കുട അടയാളത്തിലാണ്. സുരേഷ് പാത്തിപ്പാറ അവിടെ മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിലാണ്. അവിടെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി
സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ് പത്തിപ്പാറ. ഇനി ഏനാന്തി ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാനറ്റ് സണ്ണി UDF വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിലും, വസന്തകുമാരി താമര അടയാളത്തിലും, സൈഫുനീസ കെ കുടയടയാളത്തിലും അവിടെ ജനവിധി തേടുകയാണ്. ഇനി നഗരസഭയിലെ മാങ്കുത്ത്, പുതുതായി രൂപീകരിക്കപ്പെട്ട മാങ്കുത്ത് ഡിവിഷനിൽ 2 പേരാണ് മത്സരിക്കുന്നത്. അവിടെ മഞ്ജുഷ കുടയടയാളത്തിലും ഹാജറ ടി ഏണി അടയാളത്തിലും അവിടെ ജനവിധി തേടുകയാണ്. ഇനി മുദീരി ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 4 പേരാണ് ജനവിധി തേടുന്നത്. ഇർഷാദ് ബാഷിദ് പി കാർ അടയാളത്തിലും, കുഞ്ഞി മുഹമ്മദ് പെരിയത്തൊടിക കൈപ്പത്തി അടയാളത്തിലും, ജംഷീദ് എന്ന കുഞ്ഞുട്ടിമാൻ LDF വേണ്ടി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും, നിയാസ്മോൻ പാറച്ചോല അവിടെ കുടയടയാളത്തിലും മുദീരിയിൽ ജനവിധി തേടുകയാണ്. ഇനി വരമ്പൻപൊട്ടി, പുതുതായി രൂപീകരിക്കപ്പെട്ട വരമ്പൻപൊട്ടിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 4 പേരാണ്. അരുൺ ദാസ് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും, കൃഷ്ണൻകുട്ടി താമര അടയാളത്തിലും, തോങ്ങാടൻ സുന്ദരൻ കൈപ്പത്തി അടയാളത്തിലും, സുരേഷ് അവിടെ കുടയടയാളത്തിലും മത്സരിക്കുന്ന 4 പേരാണ് അവിടെ മത്സരിക്കുന്നത്. ഇനി പയ്യമ്പള്ളി ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിന്ദു മോഹൻ കുടയടയാളത്തിലും, ശ്രീജ ചന്ദ്രൻ കൈപ്പത്തി അടയാളത്തിലും, സിന്ധു സുരേഷ് താമര അടയാളത്തിലും ഇവിടെ പയ്യമ്പള്ളിയിൽ ജനവിധി തേടുകയാണ്. ഈമട ഡിവിഷനിൽ തവണ ജസീല ഷൗക്കത്ത് കുട അടയാളത്തിലും, ഷേർലി ടീച്ചർ മുൻ നഗരസഭയുടെ കൗൺസിലറൊക്കെ ആയിരുന്ന, പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന ആളാണ് ഷെർലി മോൾ ടീച്ചർ, കൈപ്പത്തി അടയാളത്തിലും അവിടെ ജനവിധി തേടുകയാണ്. പിന്നീട് വരുന്നത് വീട്ടിച്ചാലാണ്. വീട്ടിച്ചാലിൽ 4 പേരാണ് മത്സര രംഗത്തുള്ളത്. അബ്ദുൾ ബഷീർ കന്നഡ അടയാളത്തിലും, ജയപ്രകാശ് താമര അടയാളത്തിലും, ES മുജീബ് UDF വേണ്ടി കൈപ്പത്തി അടയാളത്തിലും, മുഹമ്മദ് മുസ്തഫ കുട അടയാളത്തിലും അവിടെ ജനവിധി തേടുകയാണ്. ഇനി രാമൻകുത്ത് വാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പേരാണ് അവിടെ ജനവിധി തേടുന്നത്. ഒന്ന് അടുക്കത്ത് ഹിസാക്ക് കോണി അടയാളത്തിൽ, അക്കരെ പീടിക ഉണ്ണിമോയിൻ കാർ അടയാളത്തിലാണ് ജനവിധി തേടുന്നത്. ഇനി തോണിപ്പൊയിൽ ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉമ്മർ PK എന്ന നാണി കൈപ്പത്തി അടയാളത്തിൽ UDF വേണ്ടി ജനവിധി തേടുമ്പോൾ, നിയാസ് മുതുകാട് അവിടെ കത്രിക അടയാളത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാം റിപ്പോർട്ട് ചെയ്തതാണ്. ലീഗിൽ നിന്ന് പാർട്ടി വിട്ടുകൊണ്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. കത്രിക അടയാളത്തിൽ ജനവിധി തേടുന്നു. ഹരിദാസൻ അവിടെ താമര ചിഹ്നത്തിൽ BJPക്ക് വേണ്ടി ജനവിധി തേടുന്നു. റനീഷ് കുപ്പായി അവിടെ കുടയടയാളത്തിൽ ജനവിധി തേടുകയാണ് LDF വേണ്ടി. ഇനി തെക്കുംപാടം ഡിവിഷനിൽ സിനിമോൾ KM കുട അടയാളത്തിലും, റസിയ ടീച്ചർ കൈപ്പത്തി അടയാളത്തിലും 2 പേരാണ് അവിടെ ജനവിധി തേടുന്നത്. ഇനി മുതുകാട് വാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലില്ലി വി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജനവിധി തേടുന്നു. ശാരദ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടുന്നു. സവിത അവിടെ താമര അടയാളത്തിൽ ജനവിധി തേടുകയാണ്. മുതുകാട് വാർഡിൽ ലില്ലി ടീച്ചർ. ഇനി മുതുകാട് വാർഡിലേക്ക് വന്നാൽ അവിടെ ലില്ലി വി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ LDF വേണ്ടിയും, ശാരദ കൈപ്പത്തി ചിഹ്നത്തിൽ UDF വേണ്ടിയും, സവിത താമര ചിഹ്നത്തിൽ BJPക്ക് വേണ്ടിയും ജനവിധി തേടുകയാണ്. പൊട്ടിപ്പാറ വാർഡിൽ 2 പേരാണ് മത്സരിക്കുന്നത്. അവിടെ സൈഫുദ്ദീൻ കൈപ്പത്തി ചിഹ്നത്തിൽ UDF വേണ്ടിയും, കക്കാടൻ റഹീം അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ഇടതുപക്ഷത്തിനു വേണ്ടിയും ജനവിധി തേടുകയാണ്. ഇനി നെടുമുണ്ടക്കുന്ന് ഡിവിഷനിലേക്ക് വന്നാൽ പ്രഭ ടീച്ചർ അവിടെ മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ UDF വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ലീഗിൻ്റെ സീറ്റാണ്. സിനി VP അവിടെ കുടയടയാളത്തിൽ LDF വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇനി പാടിക്കുന്ന് ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജംഷീദ് അവിടെ കുട അടയാളത്തിൽ മത്സരിക്കുകയാണ്. ഒപ്പം മുഹമ്മദ് ഷിഹാബ് M എന്ന ഇണ്ണി അവിടെ കോണി അടയാളത്തിൽ ജനവിധി തേടുകയാണ്. മണലൊടി ഡിവിഷനിൽ 2 പേരാണ് മത്സരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ എന്ന മണി കുട അടയാളത്തിലും, മേരീസ് ഷിബു കൈപ്പത്തി അടയാളത്തിലുമാണ് അവിടെ ജനവിധി തേടുന്നത്. ഇനി ഇരുത്താംപോയിൽ ഡിവിഷനിൽ 2 പേരാണ് മത്സരിക്കുന്നത്. ഷഫീഖ് മണലൊടി കൈപ്പത്തി ചിഹ്നത്തിലും, നിയാസ് കാവാട് കുട അടയാളത്തിലുമാണ് ഇവിടെ ജനവിധി തേടുന്നത്. ഇനി ഇരുത്താംപോയിലിൽ നിന്നും പട്ടരാക്ക ഡിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 3 പേരാണ് ജനവിധി തേടുന്നത്. ശ്രീജ PG താമര അടയാളത്തിലും, ഷെരീഫ ശിങ്കാരത്ത് കുട അടയാളത്തിലും, സനില P അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും ഇവിടെ ജനവിധി തേടുകയാണ്. ഇനി ചക്കാലക്കുത്ത് ഡിവിഷനിൽ 2 പേരാണ്. പുഷ്പവല്ലി റീന എന്ന പുഷ്പവല്ലി കൈപ്പത്തി ചിഹ്നത്തിലും, പൂക്കോടൻ വിനോദ് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും ഇവിടെ ജനവിധി തേടുകയാണ്. താമരക്കുളം ഡിവിഷനിൽ ഫ്രാൻസിസ് ലിജി AT കൈപ്പത്തി അടയാളത്തിലും, ബെൻസൺ പാട്ടത്തിൽ മൊബൈൽ ഫോൺ അടയാളത്തിലും, സൈജി ടീച്ചർ കുട അടയാളത്തിലും ഇവിടെ ജനവിധി തേടുകയാണ്.
ഇനി വീട്ടിക്കുത്ത് ഡിവിഷനിൽ 3 പേരാണ്. ലളിത ടീച്ചർ താമര അടയാളത്തിൽ, ശ്രുതി സുനീഷ് കൈപ്പത്തി അടയാളത്തിൽ, സ്വപ്ന ടീച്ചർ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജനവിധി തേടുന്നു. കല്ലേമാടം ഡിവിഷനിൽ 3 പേരാണ്. കിഷോർ കുമാർ കൈപ്പത്തി അടയാളത്തിൽ, ബാലചന്ദ്രൻ വലിയാട്ടിൽ താമര അടയാളത്തിൽ, വിജയൻ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജനവിധി തേടുകയാണ്. ഇനി വരടേമാടം ഡിവിഷനിൽ 3 പേരാണ് മത്സരിക്കുന്നത്. നിഷ KP കുട അടയാളത്തിലും, വിജയലക്ഷ്മി P കൈപ്പത്തി അടയാളത്തിലും, സുനിത താമര അടയാളത്തിലും മത്സരിക്കുകയാണ്. കൊളക്കണ്ടം ഡിവിഷൻ 36-ാം ഡിവിഷൻ കൊളക്കണ്ടത്തിൽ 3 പേരാണ് മത്സരിക്കുന്നത്. ആൻസി അവിടെ താമര അടയാളത്തിൽ BJPക്ക് വേണ്ടിയും, ഡൈസി ടീച്ചർ കൈപ്പത്തി അടയാളത്തിൽ UDFന് വേണ്ടിയും, മിനി ജോൺ അവിടെ 2 ചിഹ്നത്തിൽ അവിടെ മത്സരിക്കുകയാണ്. ഇതാണ് 36 ഡിവിഷനുകളിലുള്ള സ്ഥാനാർത്ഥികളുടെ കൃത്യമായ വിവരങ്ങൾ. തീർച്ചയായും സ്ഥാനാർത്ഥികളുടെ അന്തിമമായ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി പോരാട്ടത്തിന്റെ ദിനങ്ങൾ തുടങ്ങുകയാണ്. നഗരസഭ തിരിച്ചുപിടിക്കാൻ UDFും ഭരണം നിലനിർത്താൻ LDFും ഇവിടെ കച്ചകെട്ടിയിറങ്ങുമ്പോൾ ഈ സ്ഥാനാർത്ഥികളിൽ ആരൊക്കെയായിരിക്കും വിജയിക്കുക, ഏതൊക്കെ രീതിയിലുള്ള അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.